2024 സെപ്റ്റംബർ 27 വഞ്ചി സ്ക്വയറിൽ വെച്ച് സ്വദേശിനികൾ സമരത്തോടുകൂടി നമ്മൾ ആരംഭിച്ചതാണ്. വീണ്ടും 2025 സെപ്റ്റംബർ 27 ഇവിടെ വഞ്ചി സ്ക്വയറിന്റെ അടുത്തുള്ള മദർ തെരേസ സ്ക്വയറിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കേറെ വിഷമമുണ്ട്. ഒരു വർഷം കടന്നുപോയി. സ്വദേശിനിക്കൽ സമരത്തില് ആരാണിത് ശ്രദ്ധിച്ചത്? ഒത്തിരിയേറെ വിഷമങ്ങളോടുകൂടി ഒത്തിരി ചോദ്യങ്ങളോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ JPCയെ കണ്ട് ഞങ്ങളുടെ നിവേദനങ്ങൾ സമർപ്പിച്ചു. ഈ വർഷം ഏപ്രിൽ 5 വഖഫ് അമെൻമെന്റ് ബില്ല് പാർലമെന്റിൽ പാസ്സായി. അതിനു മുമ്പായിട്ട് കഴിഞ്ഞ വർഷം നവംബർ 27 ജുഡീഷ്യൽ കമ്മീഷനെ സംസ്ഥാന സർക്കാർ അവിടുന്ന് നിയമിച്ചു. ഈ ഒരു വർഷത്തിന്റെ ഇടയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ നടന്നു. എന്നാൽ വീണ്ടും ഇതൊക്കെ ഓർത്തു നോക്കുമ്പോൾ ഇവിടെയുള്ള ജനത്തിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടില്ല. ഈ ഒരു വർഷക്കാലമായിട്ട് നമ്മൾ ഇതിനു വേണ്ടി പോരാടുകയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 13 വെള്ളാങ്കണ്ണി മാതാ പള്ളിയുടെ അങ്കണത്തിൽ വെച്ച് നിരാഹാര സമരം നമ്മൾ ആരംഭിക്കുകയായിരുന്നു. ഇന്ന് അതിന്റെ 350ാം ദിനമാണ്. ഇന്നിവിടെ ഏകദേശം 400 പേര് ഇവിടെ ഇരിക്കുകയുണ്ടെങ്കിൽ ഓരോ വ്യക്തിയുടെയും ഇന്നത്തെ ഒരു ദിവസമാണ് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മൾ ഒരു വർഷത്തിന്റെ ഒരു സമരമാണ് ഇന്ന് ഒരു ദിവസം കൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. കാരണം ഓരോ വ്യക്തിയുടെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ അവിടെ തന്നെ 400 ദിവസങ്ങളായി. എന്നിട്ടും ആരാണിത് ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത്? അതെ, വിഷമങ്ങളുണ്ട്. 610 കുടുംബങ്ങളുണ്ട്. 610 കുടുംബങ്ങളുടെയും ആധാരങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ ഓരോ ആധാരത്തിലും എഴുതിയിരിക്കുന്നത് 25 വർഷമായി ഇവിടെ താമസിച്ചിരിക്കുന്ന ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഫറൂഖ് കോളേജ് ഈ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആ 25 അതിന് ബാക്കിയുള്ള 89 മുതൽ ഇപ്പോൾ 2022 വരെയുള്ള 32 വർഷങ്ങൾ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ 61 വർഷങ്ങൾക്ക് കൂടുതലായിട്ട് ഈ മത്സ്യത്തൊഴിലാളിയായ ഞങ്ങൾ അവിടെ താമസിക്കുകയാണ്. ഇത്രയും വർഷങ്ങളായിട്ട് 33 വർഷങ്ങളായിട്ട് ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു ഭൂമി. കരമടച്ചു, വീടുകൾ പണിതു, അവിടെ ബാങ്കുകളിൽ ചെന്ന് പണയം വെച്ചു, വസ്തുക്കൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്തു. എന്നാൽ 2022 ഈ സ്ഥലം മുഴുവനും വഖഫിന്റെ ആസ്തി പട്ടികയിൽ ചേർത്തു. എന്നാൽ ചേർത്തപ്പോൾ അവിടെ നമുക്ക് നോട്ടീസ് തന്നില്ല, അവിടെ അളന്നില്ല, ഒരു ഇൻഫർമേഷനും ഇല്ലാതെയാണ് നമ്മുടെ സ്ഥലം അവർ ആസ്തി പട്ടികയിൽ ചേർത്തെടുത്തത്. ഒത്തിരിയേറെ വിഷമങ്ങളോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്കുള്ളൊരു ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ. ആ ചോദ്യം ഇതാണ്: 1989 പണം കൊടുത്തു വാങ്ങി 33 വർഷങ്ങളോളം കരമടച്ച് അവിടെ വീട് പണിത് ഒരു ദിവസം ഇത് നിങ്ങളുടെ സ്ഥലമില്ല എന്ന് പറയുമ്പോൾ ഇത് ജനാധിപത്യ രാജ്യം തന്നെയാണോ? അതെ സ്നേഹമുള്ളവരെ, ഇവിടെ വന്നിരിക്കുന്ന ആരോടും ഭിക്ഷയാചിക്കാൻ വന്നിരിക്കുന്നതല്ല. കുഞ്ഞു മക്കളെ ഞാൻ ഇവിടുന്ന് നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ആരുടെയും ഔദാര്യം യാചിച്ചുകൊണ്ടല്ല നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ അവകാശമാണ്. പണം കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ നമ്മൾ എന്നും വസിക്കുന്നതിനായിട്ട് ഈ സർക്കാർ നൽകിയ രജിസ്ട്രേഷൻ എല്ലാം ചെയ്ത് കരമടച്ച് 33 വർഷങ്ങൾ ഇവിടെ ജീവിച്ചതിന് ശേഷം അത് ഇല്ല എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത്? ഇനി ആരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്? അതെ, നമ്മുടെ ഇന്നത്തെ സമരം പൊതുമനസാക്ഷിയെ ഉണർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ അതിന്റെ കൂടെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി ഒക്ടോബർ 13 വരുമ്പോൾ നമ്മുടെ വെള്ളാങ്കണ്ണി മാതാ പള്ളിയുടെ അങ്കണത്തിൽ അന്ന് നമ്മൾ നിരാഹാര സമരം ആരംഭിച്ചിട്ട് ഒരു വർഷമാകും, 365 ദിവസങ്ങളാകും. അതിനു മുമ്പെങ്കിലും ഈ സർക്കാർ ഉണർന്ന് നമ്മുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഈ സമരം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും.
ഈ ഒരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. 33 വർഷങ്ങളായിട്ട് കരമടച്ചപ്പോൾ ഒരു പ്രശ്നവുമില്ലാത്തത് 2022 മുതൽ 25 വരെ ഇത് പ്രശ്നമുള്ള ഒരു ഭൂമിയാണ്, ഇത് വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ബോർഡ് ഇത് രജിസ്റ്റർ ചെയ്തപ്പോൾ സർക്കാരിന് മറുപടിയില്ലേ? ഇവിടെ കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും ഉടനെ ഇടപെട്ട് 610 കുടുംബങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് ഒരു പാർട്ടിയോട് ഒരു സന്ദേശവുമില്ല. ഞങ്ങളുടെ ആകെ ആഗ്രഹം 610 കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് മാത്രമാണ്. നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. അതിന് ഞങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. അതെ, ഡിലേഡ് ജസ്റ്റിസ് ഈസ് ഡിനൈഡ് ജസ്റ്റിസ്. താമസിച്ചു വരുന്ന നീതി തീർച്ചയായിട്ടും അനീതി തന്നെയാണ്. ഇവിടെ അനീതിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് കരമടയ്ക്കാൻ സാധിച്ചില്ല. നമുക്കറിയാം, ഏതൊരു കാര്യത്തിന് ഗവൺമെന്റിന്റെ ഏതൊരു സ്കോളർഷിപ്പിനും എന്തിനാണെങ്കിലും കരമടിച്ച റെസീറ്റ് നമുക്ക് വേണം. അത് ലഭിക്കുന്നില്ല. എന്തിന്? തൊഴിലുറപ്പുകാർ ഒരു സ്ഥലം ക്ലീൻ ചെയ്യണമെങ്കിലും ആദ്യം അവകാശപ്പെടുന്നത് കരമടിച്ച റെസീറ്റാണ്. അതുപോലും ലഭിക്കാതെയാണ് ഈ 610 കുടുംബങ്ങളും അവിടെയുള്ള നിവാസികളെല്ലാം ജീവിക്കുന്നത്. ഇന്ന് ഈ ഒരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഒക്ടോബർ 13 മുമ്പ് സർക്കാർ ഇടപെട്ട് നേരത്തെ ഉണ്ടായിരുന്നതുപോലെ 33 വർഷങ്ങളും ഞങ്ങൾ കരമടച്ചതുപോലെ വീണ്ടും കരമടയ്ക്കാനായിട്ട്, അതുപോലെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കോടതിയിൽ കേസുകൾ നടന്നുകൊണ്ടിരിക്കും. അത് മുമ്പും ഉണ്ടായിരുന്നു. എന്നാൽ ഈ 610 കുടുംബങ്ങളുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ സർക്കാർ ഇടപെട്ട് ഈ പ്രശ്നം ഉടനെ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും, ഇന്ന് ഈ സമരത്തിന്റെ ഉദ്ദേശവും അത് തന്നെയാണ്. ഇവിടെ ജാതിയില്ല, മതമില്ല, ഒരുമിച്ച് വന്നാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. ഈ സമരത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഒക്ടോബർ 13 മുമ്പ് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇനി വീണ്ടും 2026 സെപ്റ്റംബർ 27 വീണ്ടും വന്ന് ഇവിടെ പ്രസംഗിക്കരുത്, ഇവിടെ നമ്മൾ ഒരുമിച്ച് നിൽക്കരുതെന്നൊരു ആഗ്രഹം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചെറിയ അഭ്യർത്ഥനയോടുകൂടി എന്റെ ആമുഖം ഞാൻ ചുരുക്കുകയാണ്. നന്ദി.